സിനിമാറ്റിക് ലെവലിലുള്ള റീലിന്റെ വിവാദ റീലിന്റെ ഉത്ഭവം അവിടെ ആയിരുന്നു. ഗോപികേന്റെ ആ ഒരു ലുക്കും അതുപോലെ തന്നെ ഗോപികേന്റെ ആ ഒരു ഡ്രസ് സ്റ്റൈലൊക്കെ രേണുവിന് ചെയ്തു. അപ്പൊ രേണുവിന്റെ കൂടെ റീല് ചെയ്തത് കൊണ്ടാണ് കുറച്ചും കൂടി രീതിയിൽ ആൾക്കാർ വയറിലായത്. അത് രേണുവിന് കുറെ നെഗറ്റീവ് ധാരാളം കേട്ടു വന്നവരാണ്. ഇപ്പൊ രേണുവിനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കാൻ കിട്ടിയ ഒരു വേദിയാണ് ഇത്. അങ്ങനെ അത്ര മതി, അവർക്കുള്ള മറുപടി അത് മതി, വേണേ വായിച്ചെടുത്താൽ. ഞങ്ങൾ ആദ്യമായിട്ട് വിവാദമായ റീൽ ഉണ്ടാക്കിയ അവിടെയാണ് ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുന്നത്. അതിന് നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പൊ രേണു വീഡിയോസും അതുപോലെ തന്നെ റീൽസും ചെയ്യുന്ന ഞാൻ കാണാറുണ്ട്. ഒരു സെൽഫി ക്യാമറ വെച്ചിട്ട് രേണു സ്വന്തമായിട്ടാണ് ചെയ്യാറ്. അപ്പൊ രേണുവിനോട് ഞാൻ ചോദിച്ചു, രേണു റീൽസ് ഒക്കെ അടിപൊളിയായി ചെയ്യുന്നുണ്ടല്ലോ, നമുക്കൊരു ഒരുമിച്ച് റീൽസ് ചെയ്താലോ വിത്ത് ക്യാമറ? ചെയ്യാൻ ചേട്ടാ. അങ്ങനെ ഞങ്ങള് തുടക്കത്തിൽ ഞങ്ങള് ഓക്കെ പറഞ്ഞ് റെഡി. അങ്ങനെ ഞാൻ ഡിബിൻ ഡേമൺ എന്ന് പറഞ്ഞ ക്യാമറമാൻ എൻ്റെ ഫ്രണ്ടാണ്, പുള്ളിനെ കോൺടാക്ട് ചെയ്തു. അപ്പം സിനിമാറ്റിക് ലെവലിലുള്ള റീലിന്റെ വിവാദ റീലിന്റെ ഉത്ഭവം അവിടെ ആയിരുന്നു. അപ്പം അതാണ് ഞാൻ തീരുമാനിച്ചു, റീൽ ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ ഞാൻ ഓഫീസിലേക്ക് ഒരു ദിവസം കാർ എടുത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ചാന്ത് പൊട്ടിൽ ഈ പാട്ട് ഇങ്ങനെ FM ഇങ്ങനെ കേട്ടു. മനസ്സിലിങ്ങനെ ഒരു എന്താ കിളി പോകുന്ന പറയില്ലേ, ലഡു പൊട്ടിന്ന് പറഞ്ഞു. അപ്പൊ ഈ സംഗതി കുഴപ്പമില്ലല്ലോ. ആ ഗോപികേന്റെ ആ ഒരു ലുക്കും അതുപോലെ തന്നെ ഗോപികേന്റെ ആ ഒരു ഡ്രസ് സ്റ്റൈലൊക്കെ രേണുവിന് ചേരും. അപ്പൊ ദിലീപേട്ടൻ താടി വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, അതേപോലെ ഞാനൊന്ന് വിചാരിച്ചു. അപ്പം എന്റെ മനസ്സിൽ തോന്നിയതാണ് ആ പാട്ട്. ആ പാട്ട് ക്യാമറമാനായിട്ടും റേഡിയോനെ ഷെയർ ചെയ്തു. അവർ രണ്ടുപേരും ഓക്കെ. അങ്ങനെയാണ് ആ ഒരു വിവാദ റീലിന്റെ ഉത്ഭവം അന്ന് നടന്നത്. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ദാസേട്ടൻ അത് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേനാണ് ഞാനും അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുവാണ്. എനിക്കും മനസ്സിലതാണ് ഇത് ഓക്കെ എന്നുള്ളത്. പെട്ടെന്ന് ഇങ്ങനെ വന്നതാണ് ചാന്തുപൊട്ടിലെ വീഡിയോ. എനിക്കും ഞാൻ അല്ലാതെ ദാസനെ പറയാതെ തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്താ ഏതെങ്കിലും റീൽ ചെയ്യാലോ എന്ന് ഓർത്ത് വന്നപ്പോ ഇത് എനിക്ക് ക്ലിക്ക് ചെയ്തു. രണ്ടുപേരും ഞാൻ ഷോർട്ട് വീഡിയോ തോണ്ടി നോക്കിയ സമയത്ത് കിട്ടിയത് ഒരേ സാധനം. അത് ഭയങ്കര അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഈ ഒരു വീഡിയോയിലേക്ക് എത്തുമ്പോൾ ശരിക്കും ഭയങ്കര ഒരുപാട് കഷ്ടപ്പാടുണ്ടാവും. കാരണം കോസ്റ്റ്യൂംസ് ആണെങ്കിലും അത് ചെയ്യണം, ഇത് ചെയ്യണം. ഈ ഇന്റിമസി സീനൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ ദാസേട്ടൻ അത് ആദ്യമായിട്ട് മീൻസ് അതായത് ഇപ്പം പെയറായിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടല്ല. എന്തുകൊണ്ടാണ് രേണുവിന്റെ കൂടെ ചെയ്തപ്പോ ഇത്രയും വൈറലായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നാമത് ഞാനൊരു ആക്ടറാണ്, റീൽ ചെയ്യുന്ന ഒരാൾ മാത്രമല്ല. ഞാൻ 6 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ഭാര്യയായിട്ടും അമ്മയായിട്ടും മകളായിട്ടും ലേഡീസ് അഭിനയിച്ചിട്ടുണ്ട് പല സിനിമകളിലും. അപ്പൊ നമുക്കൊരു സീൻ ചെയ്യാന്ന് പറയുമ്പോൾ ആസ് എ ഡയറക്ടർ നിങ്ങൾ ഈ സാധനം ചെയ്യണം എന്ന് പറഞ്ഞാൽ ആക്ടർ അയ്യോ എനിക്കിത് പറ്റില്ല, എനിക്ക് ആൾക്കാരെ മൂത്ത് നോക്കണം, വീട്ടിൽ ചെയ്താൽ നമുക്ക് യാതൊരു കാര്യമില്ല. ആസ് എ ആക്ടർ അത് റീലാണെങ്കിലും സിനിമയാണ്, അഭിനയമാണ്. അപ്പൊ രേണുവിന്റെ കൂടെ റീല് ചെയ്തത് കൊണ്ടാണ് കുറച്ചും കൂടി രീതിയിൽ ആൾക്കാർ വയറിലായത്. കാരണം രേണുവിന് കുറെ നെഗറ്റീവ് ധാരാളം കേട്ടു വന്നവരാണ്. ഇപ്പൊ രേണുവിനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കാൻ കിട്ടിയ ഒരു വേദിയാണ് ഇത്. ആ നെഗറ്റീവ് ഓടുകൾ തന്നെയാണ് ഞങ്ങളെ റീല് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കാണുന്നത്. നെഗറ്റീവ് ഓടുകൾ കുറയ്ക്കല് നമ്മളെ ഈ കുറയ്ക്കുന്ന പട്ടിക്ക് കല്ലെറിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെയും കുറയ്ക്കും. നമ്മൾ അതന്നെ പണി. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഞാൻ ഓരോ വ്യത്യാസമുണ്ട്. എന്താ അറിയോ, രേണു നെഗറ്റീവിന് മറുപടി കൊടുക്കും, ഞാൻ മറുപടി കൊടുക്കില്ല. അത് ഞാൻ കമന്റ് കണ്ടായിരുന്നു. ദാസേട്ടൻ ഒന്നിനും പ്രതികരിച്ചില്ല. അതെന്തുകൊണ്ടാ പ്രതികരിക്കാൻ? ഞാൻ പണ്ടേ അങ്ങനെ പ്രതികരിക്കാത്ത ആളാണ്. വന്നിട്ട് ഗാന്ധിജി അല്ല കേട്ടോ, ഒരു കവിടത്തിന്റെ ആ സ്വഭാവക്കാരൊന്നുമല്ല. പക്ഷെ ഞാൻ തുടക്ക സമയത്ത് റീല് ടിക്ടോക്ക് ചെയ്ത് ഡാൻസ് കളിക്കുന്ന ആളാണ്. ഡാൻസ് കളിക്കാൻ അറിയില്ല, പക്ഷെ നമ്മൾ കളിക്കും, ഇഷ്ടമുള്ള രീതി കളിക്കും. അന്നേ നെഗറ്റീവ് കേട്ടു വന്ന ഒരാളാണ്. അന്ന് ഞാൻ നെഗറ്റീവിന് ഇടാന്ന് വെച്ചാൽ പോടാന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും ഈ ലെവലിൽ ഈ ഇന്റർവ്യൂ പോലെ എനിക്ക് ഇരിക്കാൻ കഴിയില്ല. അവിടെ ഞാൻ അസ്തമിച്ചു. നെഗറ്റീവിന് മറുപടി കൊടുക്കാത്ത കൊണ്ടായിരിക്കാം എനിക്ക് ഒരു ഉയർച്ച ഉണ്ടായെന്ന് വിശ്വസിക്കണം. അത് നാളെ എന്ത് ചീത്ത പറഞ്ഞാലും അത്രയേ ഉള്ളൂ. സയൻസ് ഈസ് ദ ബെറ്റർ ഓപ്ഷൻ. മിണ്ടാതിരുന്നാണ് നല്ലൊരു മറുപടി അല്ലേ? അയാളെ മിണ്ടുന്നില്ലല്ലോ, അതാണ് അയാളെ മറുപടി. പക്ഷെ മിണ്ടാതെ അതാണ് എനിക്ക് പറ്റിയത്. ഇത്രയും നാളും മിണ്ടാതിരുന്നത്. പക്ഷെ ഇനി മിണ്ടായിരുന്ന ശരിയാകത്തില്ലെന്ന് ഓർത്ത് എന്റെ കണ്ണിൽ കാണുന്നതിന് ഞാൻ റിപ്ലൈ കൊടുത്തു. അത് ആദ്യം നമ്മൾ റീല് ഇറങ്ങിയ സമയത്ത് കുറെ നെഗറ്റീവ് ഇടാൻ തുടങ്ങി. അപ്പൊ രേണു എന്നെ വിളിച്ചു, ദാസേട്ടാ കുറെ ആൾ നെഗറ്റീവ് ആണ്, നീ ഒന്നും നോക്കണേ രേണു, നല്ല ചുട്ട കൊടുക്കുന്ന ഞാൻ പറയുന്ന താമസം. പിന്നെ ഞാൻ നോക്കുമ്പോണ്ട് ഏണിങ്ങനെ കുത്തി. രേണു മലയാളത്തിൽ എന്താ ടൈപ്പ് ചെയ്യാത്ത? എനിക്ക് മലയാളത്തിന്റെ കീബോർഡ് മലയാളത്തിന്റെ കീബോർഡില്ല, ഇംഗ്ലീഷിൽ കൊടുക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ അത് വായിച്ചു എടുക്കാൻ അങ്ങനെ അത്ര മതി, അവർക്കുള്ള മറുപടി അത് മതി, വേണേ വായിച്ചെടുത്താൽ. ഇത്രയും മറുപടി കൊടുക്കുന്ന ഒരു സ്ത്രീ കേരള ചരിത്രത്തിൽ ആരും ഉണ്ടാവില്ല. കറക്റ്റ് മറുപടി.